ഒരുപാട് സമ്പത്തുള്ളൊരു മുതലാളി യുദ്ധം സാഹചര്യങ്ങളുള്ള തൻ്റെ നാട്ടിൽ നിന്ന് ഇതൊക്കെ വിറ്റ് മില്യൺ കണക്കിന് സമ്പാദ്യമുണ്ട്, കച്ചവടവും വീടും വാഹനവും ബിസിനസ്സും ഇതൊക്കെ വിറ്റിട്ട് സ്വീഡനിലേക്ക് താമസം മാറുകയാണ്. അപ്പൊ അവിടെ ചെന്ന് ഇത്രയും വലിയ ക്യാഷ് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അയാളുടെ ആകെയുള്ള ചിന്ത, അദ്ദേഹം ഒരു ഈമാനുള്ള മനുഷ്യനായിരുന്നില്ല. എന്ത് ചെയ്യാ, ഈ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷിന്റെ പലിശ കൊണ്ട് ജീവിക്കാൻ കഴിയുമല്ലോ എന്നാണ് അയാൾ ചിന്തിച്ചത്. മില്യൺ കണക്കിന് കാശുകൾ അദ്ദേഹം സ്വീഡനിലേക്ക് എത്തിക്കുന്നു. അത് ഡോക്യുമെന്റഡ് ആയിട്ട് കിട്ടണം, ഒരു ബാങ്കിൽ സ്വീകരിക്കുന്ന പ്രൂഫ് വേണ്ടേ ഇവിടുന്ന് കാശ്. അപ്പൊ അയാൾ അവിടെ വിസിറ്റിലിരിക്കുന്ന ആളാണ്. ഇത്രയും വലിയ ഫണ്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, അവിടെ കാലം മരിക്കുന്നവരെ അവിടെ താമസിക്കണം, അവിടെ ഒരു വീട് വാങ്ങണം, അവിടെ ഒരു വാഹനം വേണം, അങ്ങനെ ഒരു റാഹത്തിൽ ജീവിക്കണമെന്ന് വിചാരിച്ച് വർഷങ്ങളോളം താൻ ചെയ്ത അധ്വാനവും വിറ്റുപെറുക്കി സ്വീഡനിലേക്ക് വന്നിരിക്കുകയാണ്. അവസാനം കൂട്ടുകാരൊക്കെ പറഞ്ഞു, ഒരാളുടെ അവിടെ ഉള്ള ഒരാളുടെ പ്രൂഫുള്ള ഒരാളുടെ പേരിൽ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ അദ്ദേഹം അറിയുന്ന തൻ്റെ അകന്ന ബന്ധുവായൊരു മനുഷ്യൻ്റെ അക്കൗണ്ടിലേക്ക് ഈ ക്യാഷ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് ഇങ്ങോട്ട് തിരിച്ച് തരണം എന്ന കണ്ടീഷനിൽ. ഇനി ഒരിക്കലും തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല. ഒരു അറബ് രാജ്യത്ത് നിന്ന് തിരിച്ചു വന്നതാണ് അദ്ദേഹം. തിരിച്ചൊരിക്കലും ഇങ്ങോട്ട് വരാൻ ഉദ്ദേശമില്ല. ആ കാശ് മുഴുവൻ അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്തു ഇയാളുടെ അക്കൗണ്ടിലേക്ക്. ആ അക്കൗണ്ട് വഴി അദ്ദേഹം അവിടുത്തെ പൗരത്വമുള്ള ആളുടെ അക്കൗണ്ട് വഴി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. ട്രാൻസ്ഫറൊക്കെ കഴിഞ്ഞു, അയാളുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തി. ആ കാശ് തിരിച്ചു തരേണ്ട സമയമായി തിരിച്ചു ചോദിക്കുമ്പോൾ എന്താ പറയുക, എനിക്ക് നിങ്ങൾ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാനും നിങ്ങൾ എന്ത് പരിചയം ചോദിച്ചു. വർഷങ്ങളുടെ അധ്വാനം 1 മാസമോ 2 മാസമോ സമയമെടുത്തില്ല. ഈ മനുഷ്യന് എല്ലാം നഷ്ടപ്പെടുകയാണ്. ഒരിക്കലും ഇയാൾ തിരിച്ചു കൊടുക്കുക. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ. താൽക്കാലികമായി നിന്റെ പേരിലിരിക്കട്ടെ, ഞാൻ തിരിച്ച് എൻ്റെ പേരിലാക്കി തന്നാൽ മതി, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നാട്ടിൽ. അങ്ങനെയൊക്കെ ആളുകൾ അഡ്ജസ്റ്റ്മെന്റ് ജീവിക്കുമല്ലോ. തൻ്റെ കയ്യിലേക്ക് ഇട്ടേ പറയാൻ, ഞാൻ തിരിച്ചു തരൂല, ഈ കാശ് എൻ്റേതാണ്. ഒരു പ്രൂഫുമില്ല. മറ്റൊരാൾക്ക് കോടതി പോകാൻ കഴിയുമോ? ഇല്ല. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്. അയാൾ പ്ലാൻ ചെയ്തത് ഒരു സമാധാനമുള്ള ജീവിതം എനിക്ക് ഇനിയെങ്കിലും ഉണ്ടാവണമെന്നാണ്. സംഭവിച്ചതോ മറ്റൊന്നാണ്. നിങ്ങളുടെ തഖ്ദീറുകൾ അല്ലാഹുവിൻ്റെ കൈകളിലാണ്. ലാ യഅലമുഹാ ഇല്ലാഹു. ആ അല്ലാഹുവിൻ്റെ തീരുമാനം എങ്ങനെയാണ് നടക്കുക എന്ന് നിങ്ങൾ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴിയിൽ പരിശ്രമിക്കാം, പക്ഷെ നടക്കുന്നത് അല്ലാഹുവിൻ്റെ തദ്ബീറാണ്. വഫൗഖ തദ്ബീരിനാ ലില്ലാഹി തദ്ബീറു വഫൗഖ തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീറു. നമ്മുടെ പ്ലാനിങ്ങിനപ്പുറം അള്ളാഹുവിൻ്റെ പ്ലാനിങ് ഉണ്ട്. നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം അള്ളാഹുവിൻ്റെ കണക്കുകൂട്ടലുകളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ചിന്തിച്ചു നോക്കിയാൽ കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ ഇടപെടൽ. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു. അള്ളാഹുവിന് മാത്രമേ അതറിയുകയുള്ളൂ. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. സമുദ്രത്തിലും കരയിലും കടലിലും എന്ത് സംഭവിക്കുമെന്ന് അള്ളാഹുവിനറിയാം. കപ്പലുകളിൽ എന്താണ് സംഭവിക്കുന്നത് അള്ളാഹുവിനറിയാം. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. അള്ളാഹു അറിയാതെ ഒരു ഇല പോലും മരുഭൂമിയിലോ കൊടും കാടുകളിലോ നമ്മുടെ വീടിൻ്റെ മുന്നിലോ നമ്മുടെ ഇട്ടാവട്ടത്തോ ചെറിയ ചെടികളിൽ വീഴുന്ന കൊച്ചു കൊച്ചു ഇലകളുടെ എണ്ണം പോലും അള്ളാഹുവിനറിയാം. അള്ളാഹുവിൻ്റെ ഭൂമിയിലെ ധാന്യമണികളെ അള്ളാഹുവിനറിയാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മനതാ കാഹിനൻ ഫസദ്ദഖഹു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരാൾ ഗൈബ് അറിയും എന്ന വിശ്വാസത്തിൽ ഒരു ജ്യോത്സ്യനെ സമീപിക്കുകയാണെങ്കിൽ, من أتى كاهنا أو عرافا فصدقه ما يقول فقد كفر بما أنزل على محمد صلى الله عليه وسلم. അങ്ങനെയും റിവായത്തുണ്ട്. മറഞ്ഞു കിടക്കുന്ന ലോകം ആരുടെ കയ്യിലാണ്? അള്ളാഹുവിൻ്റെ കയ്യിലാണ്. മുത്തഖീങ്ങളും മുഅ്മിനീങ്ങളും സജ്ജനങ്ങളുമായ ആളുകൾക്ക് അള്ളാഹു ചില കാര്യങ്ങൾ അവർക്ക് തെളിയിച്ചു കൊടുക്കും, ചില കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കും. അത് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് മാത്രമാണ് എന്ന് വിചാരിച്ച്
ലോകത്ത് നടക്കുന്ന എല്ലാറ്റിൻ്റെയും കാര്യങ്ങൾ അവർക്കറിയുമെന്ന് അർത്ഥമുണ്ടോ അതിന്? ഇല്ല, അതിനർത്ഥമില്ല. മൻ അതാ കാഹിനൻ ഔ അറാഫൻ, കൈനോട്ടക്കാരനെയോ അല്ലെങ്കിൽ ജോത്സ്യപ്പണി ചെയ്യുന്ന ആളെയോ ഒരാൾ സമീപിക്കുകയാണെങ്കിൽ എനിക്കെന്താ സംഭവിക്കും, എൻ്റെ ഭാവി എങ്ങനെയാണ് അതറിയാൻ വേണ്ടി ഒരാൾ ചെന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഫസദ്ദഖഹു, ആ പറയുന്നത് മുഴുവൻ ഇയാൾ വിശ്വസിച്ചു പോയാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന നമ്മുടെ മെഹബൂബായ നബി തങ്ങൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത ദീനേതോ ആ ദീനിൽ ഇയാൾ അവിശ്വസിച്ചിരിക്കുന്നു, ഇസ്ലാം എന്ന് പുറത്തു പോയിരിക്കുന്നു. ഒരു ജ്യോത്സ്യനെ സമീപിച്ചാൽ, ഒരു അറാഫിനെ സമീപിച്ചാൽ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് ചില വിവരങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് മാത്രമേ ഏതൊരു വലിയനും ഒരു ആരിഫിനും അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന തൽസമയങ്ങളിൽ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന വിഷയങ്ങളല്ലാതെ അള്ളാഹുവിൻ്റെ ഗൈബിയായ ലോകം കൈകാര്യം ചെയ്യാൻ റബ്ബ് തആലക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് മുഅ്മിനായ മനുഷ്യൻ വിശ്വസിച്ചേ പറ്റൂ. നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്, നമ്മുടെ അഖീദയുടെ ഭാഗമാണ്. അവിടെ പഴച്ചു പോകരുത്. ലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതളാ മിർ റസൂൽ. അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് മാത്രമേ അള്ളാഹുവിൻ്റെ അംബിയായിനും അവൻ്റെ ഔലിയാക്കൾക്കും സാധാരണക്കാർക്കും മുത്വഈങ്ങൾക്കും സ്വാലിഹീങ്ങൾക്കുമൊക്കെ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് മാത്രമേ അറിയാൻ കഴിയൂ. ഇതിൻ്റെയൊക്കെ താക്കോൽ ആരുടെ കയ്യിലാണ്? അള്ളാഹുവിൻ്റെ കയ്യിൽ. അതുകൊണ്ടാണ് ആർക്കും ഒരു മാജിക്കും ചെയ്യാൻ കഴിയില്ലെന്ന് പറയാൻ കാരണം. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഒരാളെപ്പറ്റി. ഇതെല്ലാം അവർക്കറിയാം. നമ്മുടെ ഖൽബ് മുഴുവൻ അവർക്ക് റീഡ് ചെയ്യാൻ കഴിയോ? കഴിയൂല. അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് മാത്രമേ റീഡ് ചെയ്യാൻ കഴിയൂ, അല്ലാത്തവർക്കറിയില്ല. അള്ളാഹു ഫത്താഹാൻ, അത് അള്ളാഹു ആർക്ക് തുറന്നു കൊടുക്കുന്നുവോ, എന്ത് തുറന്നു കൊടുക്കുന്നുവോ അത് മാത്രമേ അവർക്കറിയാൻ കഴിയൂ. ഇൻദഹു മഫാത്തിഹുൽ ഗൈബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്. അമ്പിയാക്കന്മാർ പോലും അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് മാത്രമേ അവർക്കറിയാൻ കഴിയുള്ളൂ. ഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അല്ലാഹു ഫത്താഹാൻ.